നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം. നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുൻപ് പ്രവാസികൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് യുദ്ധത്തിന്റെ ഒരു അവലോകനം ഒന്ന് നടത്തിയിട്ട് മറ്റു വാർത്തകളിലേക്ക് യുദ്ധം തുടങ്ങിയിട്ടില്ല. ഇന്ത്യ യുദ്ധമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും യുദ്ധ സാഹചര്യം തന്നെയാണ് ഉള്ളത്. യുദ്ധസമാനമായ അന്തരീക്ഷം. ഏറ്റവും എടുത്തു പറയേണ്ടത് റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്ത് കനത്ത പ്രഹരം നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അസിമുനീർ പട്ടാള മേധാവി പറഞ്ഞിരുന്നത് അവിടേക്ക് കടക്കാൻ പോലും ഇന്ത്യക്ക് കഴിയില്ല എന്നുള്ളതാണ്. കടക്കുകയും ചെയ്തു. ചൈനയുടെ കളിപ്പാട്ടങ്ങളെ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു വിഷയം, പാകിസ്ഥാനിൽ ആഭ്യന്തര കലഹം തുടങ്ങിയിട്ടുണ്ട്. ബലൂജ് കൊറ്റ പിടിച്ചെടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ പട്ടാളത്തിൽ തന്നെ അട്ടിമറി നടന്നിരിക്കുകയാണ്. ഷംഷാദ് മിർസ ഇപ്പോൾ അധികാരം പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രതിസന്ധിയിലാണ്, ആകെ കുഴങ്ങിക്കിടക്കുകയാണ് പാകിസ്ഥാൻ. അപ്പോൾ ഈ രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പോലെ തന്നെ വിമാനങ്ങളൊക്കെ റദ്ദാക്കിയിട്ടുണ്ട്. പക്ഷെ അത് എല്ലാ ഇടത്തെയും ഒന്നുമല്ല. അതിർത്തി സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ വിമാനത്താവളങ്ങളൊക്കെ അടച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ അമേരിക്ക ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അമേരിക്ക പറയുന്നുണ്ട് ഇതിൽ ഞങ്ങൾ ഇടപെടുന്നില്ല. ഇന്ത്യയോട് ആയുധം താഴെ വെക്കാനും പാകിസ്ഥാനോട് ആയുധം താഴെ വെക്കാനും പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. പക്ഷേ ഒരു അണ്വായുധ പ്രയോഗത്തിലേക്കൊന്നും ഇരു രാജ്യങ്ങളും കടക്കില്ല എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. നമുക്കിതുമായി സംസാരിച്ചു വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. സൗദി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? അപ്പൊ എന്തായാലും ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഏകദേശം രൂക്ഷമായി കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അടികൾ ഉണ്ടാകുന്നുണ്ട്. ഇതിന് ഇന്ത്യ വളരെ നല്ല രീതിയിൽ തന്നെ തിരിച്ചടിയും കൊടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് വളരെ അപ്രതീക്ഷിതമായ ഒരു സന്ദർശനം വന്നു. സൗദി വിദേശകാര്യ സഹമന്ത്രി അദേൽ അൽ ജുബൈർ ആണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. മുൻകൂട്ടി പ്രഖ്യാപിക്കാതെയാണ് ഇദ്ദേഹം ഇന്ത്യയിൽ എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദില്ലിയിലെത്തി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലും ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധം വളരെയധികം വഷളായിട്ടുണ്ട്. ഈ സമയത്താണ് അൽ ജുബൈർ ഇന്ത്യ സന്ദർശിച്ചിരിക്കുന്നത്. രാവിലെ സൗദി വിദേശകാര്യ സഹമന്ത്രി അദേൽ ജുബൈറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അക്രമങ്ങൾക്കെതിരെയുള്ള രാജ്യത്തിന്റെ നിലപാട് എന്താണെന്ന് പങ്കുവച്ചു എന്നുമാണ് എസ് ജയശങ്കർ എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റായി പങ്കുവച്ചത്. സാധാരണയായിട്ട് വിദേശ രാജ്യത്തിന്റെ പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കും. സന്ദർശനവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം ഇന്ത്യ നടത്താറുമുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അതൊന്നും നടന്നില്ല. സൗദി മന്ത്രി മുൻകൂട്ടി ഒരു അറിയിപ്പും കൂടാതെയാണ് അപ്രതീക്ഷിതമായിട്ട് ഇന്ത്യയിലേക്ക് ജയശങ്കറുമായി സംസാരിക്കാൻ എത്തിയത്. സാമൂഹിക മാധ്യമങ്ങളിൽ ഫോട്ടോ പങ്കുവെക്കുമ്പോഴാണ് ഇക്കാര്യം പുറത്തു വരുന്നത് തന്നെ. അതിനു മുമ്പ് മാധ്യമങ്ങളിൽ നിന്നും അറിയിച്ചിരുന്നു പോലുമില്ല. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ആശങ്കയിലാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ബുധനാഴ്ച അർദ്ധരാത്രിയിൽ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ വ്യാഴാഴ്ച പുലർച്ചെയാണ് സൗദി മന്ത്രി അപ്രതീക്ഷിതമായി സന്ദർശനം നടത്തിയത്. അപ്പൊ ഇറാനിൽ നിന്നും സൗദിയിൽ നിന്നും എല്ലാം ഇന്ത്യയിലേക്ക് ഒരു അപ്രതീക്ഷിത സന്ദർശനമായിട്ട് ദൂതന്മാർ വരുന്നുണ്ട്. അപ്പോൾ അതും ഈ യുദ്ധവുമായി ബന്ധപ്പെടുത്തി സംശയിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമാണ്. എന്താണ് ഇന്ത്യയുടെ നിലപാട് എന്നുള്ളതിനെ കുറിച്ച് ദൂതന്മാര് അല്ലെങ്കിൽ എന്താണ് നമുക്ക് പറയാനുള്ളത് എന്നറിയാൻ വേണ്ടി ഇറാനിൽ നിന്നും ഇപ്പോൾ സൗദിയിൽ നിന്നും ആൾക്കാർ എത്തിയിട്ടുണ്ട്. എന്തൊക്കെ വന്നാലും പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ മറുപടി ഓപ്പറേഷൻ സിന്ദൂറിൽ അവസാനിക്കില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയും പാക് പ്രകോപനം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ തന്നെയാണ് തീരുമാനം. സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ല എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ സൈനിക കേന്ദ്രങ്ങളെ ഒന്നും തന്നെ ഇന്ത്യ അങ്ങോട്ട് ആക്രമിച്ചിട്ടില്ല. പക്ഷെ ഇന്ത്യയിലേക്ക് ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അല്ല, നമ്മൾ റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനങ്ങൾക്ക് ആക്രമണങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ തീവ്രവാദ ക്യാമ്പുകൾ ഇന്ത്യ ഉന്നം വയ്ക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. നിയന്ത്രണ രേഖയിലെ സാധാരണക്കാർക്ക് നേരെയുള്ള നടപടിക്ക് തക്കതായ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്ത്യയിൽ നിന്ന് ഉള്ള യുദ്ധത്തിന്റെ വാർത്തകളായിട്ട് വരുന്നത്. ഇത് ഇപ്പോ പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണല്ലോ. കാരണം അറബ് രാജ്യങ്ങൾ പോലും ഇന്ത്യയിലേക്കാണ് ഇന്ത്യയിലേക്ക് എന്താണ് ഇനി ചെയ്യേണ്ടത്, എന്താണ് ആവശ്യം, സൗദിയുടെയും ഇറാന്റെയും ഒക്കെ വരവിൽ ചൊടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. കൂടുതൽ വാർത്തകൾ ഇപ്പോൾ പങ്കുവയ്ക്കാനുണ്ട്. അതിൽ പ്രവാസി മലയാളി സൗദിയിൽ മരിച്ചു എന്നുള്ള ഒരു ദുഃഖ വാർത്ത കൂടിയുണ്ട്. ഹൃദയാഘാതത്തെ തുടർന്ന് മലപ്പുറം വൈലത്തൂർ പൊന്മുണ്ടം അത്താണിക്കൽ സ്വദേശി അന്നച്ചമ്പള്ളി അബ്ദുൾ നാസർ ആണ് ജിദ്ദയിൽ മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയോടെ ജിദ്ദ അൽ ഖുംറയിൽ
താമസ സ്ഥലത്ത് വെച്ച് ഹൃദയാഘാതം സംഭവിക്കുകയും തത്സമയം മരിക്കുകയുമായിരുന്നു. 22 വർഷമായി പ്രവാസിയായ ഇദ്ദേഹം നിലവിൽ അൽഖുമ്ര അൽസർഹി ഫർണിച്ചർ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു. പിതാവ് പരേതനായ മൊയ്തീൻ, മാതാവ് തീതാച്ചു, ഭാര്യ ഷംലി, മക്കൾ നാദിൽ, മുഹമ്മദ്, ഐൻ, ഫെൽസ തുടങ്ങിയവരാണ്. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ജിദ്ദയിൽ ഖബറടക്കും. സഹായങ്ങൾക്കും മറ്റും KMCC ജിദ്ദ വെൽഫെയർ വിംഗ് പ്രവർത്തകർ രംഗത്തുണ്ട്. അപ്പോൾ എന്നും ഒരു ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ മിക്കവാറും അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ ചർച്ചകൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തുടങ്ങിയത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. സൗദിയിലും അതുപോലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ പൊതുവെയും ഇത്തരം ഹൃദയാഘാതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രമേഹവും ഹൃദയാഘാതവുമാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വായിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് എല്ലായ്പ്പോഴും പറയുന്നത് പോലെ വീണ്ടും പറയുകയാണ്, തീർച്ചയായും നിങ്ങൾ എല്ലാവരും ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഗൾഫ് രാജ്യങ്ങളിൽ ഹൃദയാഘാതം, ബ്ലഡ് പ്രഷർ, ഷുഗർ, പ്രമേഹം, ഡയബറ്റിക് തുടങ്ങിയ സംഭവങ്ങളെല്ലാം വളരെയധികം വർദ്ധിക്കുന്നതിന്റെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകാരണം പ്രധാനമായിട്ടും പറയുന്നത് പ്രവാസികൾ കുടുംബത്തിന്റെ കാര്യം നോക്കും, നാട്ടുകാരുടെ കാര്യം നോക്കും, സ്വന്തം കാര്യം നോക്കാറില്ല. സ്വന്തം കാര്യവും കൂടി നോക്കുക. അതാണ് ഏറ്റവും കൂടുതലായിട്ട് അത് കാണുന്നത് പ്രവാസി മലയാളികളുടെ ഇടയിലാണ്. കാരണം അവര് ജീവിക്കുന്നത് തന്നെ കുടുംബത്തിനും സ്വന്തം ബന്ധപ്പെട്ടവർക്കും പിന്നെ കുറച്ച് നാട്ടുകാർക്കും വേണ്ടിയാണ്. ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ഈ പറയുന്ന എല്ലാവരെയും സംരക്ഷിക്കാനും സഹായിക്കാനും കഴിയും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ അടുത്തത് സൗദി അറേബ്യയില് കനത്ത മഴ വരുന്നുണ്ട്. എപ്പോഴും കാലാവസ്ഥ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു പ്രശ്നം തന്നെയാണ്. രാജ്യത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴ ഉണ്ടാകുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴ ഞായറാഴ്ച വരെ തുടരും. മക്ക മേഖലയിൽ ഇടത്തരം മുതൽ കനത്ത മഴ വരെ ലഭിക്കാം. കൂടാതെ വെള്ളപ്പൊക്കം, ആലിപ്പഴ വീഴ്ച, പൊടിക്കാറ്റ് എന്നിവയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തായിഫ്, മെയ്സാൻ, അൽ മുവൈഹ്, തുർബ, അൽ ഖുർമ, റാനിയ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മഴ ലഭിക്കുന്നത്. അപ്പൊ ഈ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരോ അവിടെയുള്ളവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു വാർത്ത നമുക്ക് പറയാനുള്ളത് പോപ്പിന്റെ കാര്യമാണ്. ലിയോ 14 മാർപ്പാപ്പയ്ക്ക് അഭിനന്ദനങ്ങളുമായി UAE ഭരണാധികാരികൾ എത്തിയിട്ടുണ്ട്. പുതിയ മാർപ്പാപ്പയും ആഗോള കത്തോലിക്ക സഭയുടെ തലവനുമായി തെരഞ്ഞെടുക്കപ്പെട്ട ലിയോ 14 അഭിനന്ദന സന്ദേശം കൈമാറി UAE. ലോകമെമ്പാടും പരസ്പര ധാരണ, സമാധാനം, ഐക്യം എന്നിവ സ്ഥാപിക്കാൻ കഴിയട്ടെ എന്നായിരുന്നു UAE പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ചത്. UAE ജനങ്ങളും ഭരണാധികാരികളും രാഷ്ട്രങ്ങൾക്കിടയിൽ സംഭാഷണവും സമാധാനവും പ്രോത്സാഹിപ്പിക്കുന്നതിലുള്ള വത്തിക്കാന്റെ പങ്കിനെ അങ്ങേയറ്റം വിലമതിക്കുന്നു. വിശുദ്ധ മാർപ്പാപ്പയോടൊപ്പം സഹവർത്തിത്വത്തിന്റെയും സഹിഷ്ണുതയുടെയും പങ്കിട്ട മാനവികതയുടെയും ആഗോള സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രവർത്തിക്കാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷൈഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും എക്സിൽ പങ്കുവച്ചു. വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷൈഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാനും ലിയോ 14 അഭിനന്ദന സന്ദേശം കൈമാറിയിരുന്നു. 69-കാരനായ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിനെയാണ് പുതിയ മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആദ്യത്തെ അമേരിക്കൻ മാർപ്പാപ്പ എന്ന ഖ്യാതി ഇതോടെ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിന് സ്വന്തമായി. അദ്ദേഹം ലിയോ 14 മാർപ്പാപ്പ എന്ന പേരാണ് ഔദ്യോഗികമായി സ്വീകരിച്ചത്. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി ലിയോ 14 എത്തുമ്പോൾ അത് കേരളത്തിനും അഭിമാനിക്കാവുന്ന നിമിഷങ്ങളിൽ ഒന്നാണ്. അദ്ദേഹം അഗസ്റ്റീനിയൻ സഭയുടെ ജനറൽ ആയിരുന്ന കാലത്തായിരുന്നു കേരളത്തിലും തമിഴ്നാട്ടിലുമായി 2004-2006 കാലയളവിൽ സന്ദർശനം നടത്തിയിരുന്നത്. ഇന്ത്യ സന്ദർശിക്കണമെന്ന ആഗ്രഹം ബാക്കിയാക്കിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മടക്കം എന്ന കാര്യവും ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. അദ്ദേഹവും ഒരു വേദന തന്നെയാണ് ഇപ്പോഴും നമുക്ക്. പുതിയ മാർപ്പാപ്പ എത്തിയിട്ടുണ്ട് എങ്കിലും 2004 ആദ്യ സന്ദർശന വേളയിൽ കേരളത്തിൽ ആലുവ, മരിയാപുരം, ഇടക്കൊച്ചി എന്നിവിടങ്ങളിൽ അഗസ്റ്റീനിയൻ ആശ്രമങ്ങളിൽ അദ്ദേഹം ഒരാഴ്ചയിലധികം താമസിക്കുകയും മരിയാപുരത്തെ ക്രിസ്ത്യൻ സഹായറാണി ഇടവകയിലും ഇടക്കൊച്ചിയിലെ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയും അർപ്പിച്ചിരുന്നു. 2004 ഏപ്രിൽ 22 കലൂർ കത്രികടവിലുള്ള സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളിയിൽ അന്നത്തെ വരാപ്പുഴ ആർച്ച് ബിഷപ്പായിരുന്ന പരേതനായ ഡോക്ടർ ഡാനിയേൽ അച്ചാരുപറമ്പിലിനൊപ്പം 6 അഗസ്റ്റീനിയൻ ഡീക്കമാരെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള ദിവ്യബലി അർപ്പിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാകുകയാണ് ഇപ്പോൾ.
2006 ഒക്ടോബറിൽ ആലുവയിൽ നടന്ന സെന്റ് അഗസ്റ്റീന്റെ ഓർഡർ ഓഫ് ദി ഏഷ്യ പസഫിക് മീറ്റിംഗിൽ പങ്കെടുക്കാൻ മരിയാപുരത്തെ അഗസ്റ്റീനിയൻ ഭവനത്തിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തിയപ്പോഴായിരുന്നു രണ്ടാമത്തെ സന്ദർശനം. ലിയോ 14 വളരെ ലളിത സ്വഭാവമുള്ള ആളാണെന്നും എല്ലാവരുമായും സൗഹൃദപരമായി ഇടപെടുന്ന വ്യക്തിയുമാണ്. അദ്ദേഹം കേരളം സന്ദർശിക്കുന്ന സമയത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമുള്ള മുറികളിലായിരുന്നു താമസിച്ചിരുന്നത്. ആ വിനയം തങ്ങളെ വല്ലാതെ സ്വാധീനിച്ചുവെന്ന് ഫാദർ ജേക്കബ് മുല്ലശ്ശേരി ഓർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ കേരളവുമായും ഒരുപാട് ഓർമ്മകൾ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത്. വീണ്ടും കേരളത്തിലേക്ക് ഒരുപക്ഷെ വന്നേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അതിനു മുൻപ് തന്നെ മാർപ്പാപ്പയാവുന്നതിന് മുൻപ് കേരളത്തിലെല്ലാം വന്ന ആളാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു പ്രാവശ്യം വന്നെങ്കിൽ കേരളം ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം മാർപ്പാപ്പ വീണ്ടും മാർപ്പാപ്പയായി ഇനി ഇന്ത്യയിലേക്ക് എത്തുമോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് വാർത്ത വരുന്നത് സൗദിയിലെ പെട്രോൾ പമ്പുകളിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന പരിശോധനയ്ക്ക് തുടക്കമായിട്ടുണ്ട് എന്നുള്ളതാണ്. സർവീസ് സെന്ററുകൾക്കും പെട്രോൾ സ്റ്റേഷനുകൾക്കുമായുള്ള സ്ഥിരം എക്സിക്യൂട്ടീവ് കമ്മിറ്റി നടത്തുന്ന ക്യാമ്പയിനിൽ 11 സർക്കാർ വകുപ്പുകളിൽ നിന്ന് വനിതകളടക്കമുള്ള 300 ഉദ്യോഗസ്ഥരാണ് പങ്കെടുക്കുന്നത്. രാജ്യത്തെ 23 നഗരങ്ങളും ഗവർണറേറ്റുകളും കേന്ദ്രീകരിച്ച് നടക്കുന്ന ക്യാമ്പയിൻ 4 ആഴ്ച നീണ്ടു നിൽക്കും. പെട്രോൾ പമ്പുകളിലും സേവന കേന്ദ്രങ്ങളിലും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിനാണ് ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രത്യേകിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയും വിവിധതരം ഗ്യാസോലിൻ, ഡീസൽ, എണ്ണകൾ എന്നിവയുടെ സാമ്പിളുകൾ എടുത്ത് അവയുടെ ഗുണനിലവാരവും പ്രത്യേകം ശ്രദ്ധിക്കും. പ്രധാനമായിട്ടും ഇവയെല്ലാം പരിശോധിക്കുന്നുണ്ട്. പമ്പുകൾക്കും സർവീസ് സെന്ററുകൾക്കും ലൈസൻസുകളും പെർമിറ്റുകളും ഉണ്ട് എന്ന് പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പെട്രോൾ പമ്പുകളിലെ 9ാമത്തെ പരിശോധനാ ക്യാമ്പയിൻ നടന്നിരുന്നത്. ഇതിന്റെ ഫലമായി 1900 ലംഘനങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതുകൂടാതെ മിനിമം റെഗുലേറ്ററി മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 8 സ്റ്റേഷനുകൾ പൂർണ്ണമായും മതിയായ അളവും കാലിബ്രേഷൻ സംവിധാനവും ഇല്ലാത്തതിന് 141 സ്റ്റേഷനുകളും അന്ന് ഭാഗികമായി അടച്ചുപൂട്ടിയിരുന്നു. രാജ്യത്തുടനീളമുള്ള 913 സ്റ്റേഷനുകളിലായിരുന്നു പരിശോധന നടത്തിയിരുന്നത്. അപ്പോൾ വീണ്ടും ഈ പരിശോധന വീണ്ടും കർശനമാകുകയാണ്. ഇതുപോലുള്ള പരിശോധനയെല്ലാം കേരളത്തിലും വരണം. എങ്കിലാണ് പെട്രോളിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കള്ളത്തരങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അതിലുള്ള നടപടികളും എടുക്കണം എന്നുള്ളത് തന്നെയാണ് കേരളത്തിനും പറയാനുള്ളത്. ഇതൊക്കെയാണ് ഇന്നിപ്പോൾ പ്രവാസികളുമായി പങ്കുവയ്ക്കാനുള്ള വാർത്തകൾ. വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരും സുരക്ഷിതരായി ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ കൂടുതൽ വാർത്തകളുമായി പ്രവാസികൾക്ക് മുൻപിലേക്ക് വീണ്ടും എത്തും. നമസ്കാരം.